മുനമ്പത്ത് കക്ഷി ആരാണ്? മുനമ്പം ആരുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്? ഏതെങ്കിലും കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള പ്രശ്നമാണോ? ഒരിക്കലല്ല, അതൊരു നിയമപ്രശ്നമാണ്. അതിൽ ഒരു പാർട്ടി ഹൈക്കോടതി വിധിയാണ് അവിടെ ഇരിക്കുന്നത്. ഈ മുനമ്പത്തെ ആളുകൾ അവിടെയുണ്ട്. മുനമ്പത്തെ ആളുകളുടെ ജെന്യൂനായിട്ടുള്ള പ്രശ്നമുണ്ട്. മുനമ്പത്തെ ആളുകളുടെ പ്രശ്നം എന്താണ്? അവരുടെ പ്ലോട്ട്, അവരിപ്പോൾ താമസിക്കുന്ന പ്രദേശം ഫാറൂഖ് കോളേജിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലമാണെന്നുള്ളതാണ്. ഈ സ്ഥലം ഞങ്ങൾക്ക് തിരിച്ചു തരണം, അവിടെ താമസിക്കുന്ന ആളുകളെ പറഞ്ഞു വിടണം എന്നൊരാവശ്യം ഇന്ന് വരെ ഫാറൂഖ് കോളേജോ ഫാറൂഖ് കോളേജിനെ പിന്തുണക്കുന്ന സംഘടനകളോ ഉന്നയിച്ചിട്ടില്ല. എന്നിരിക്കെ അവർക്ക് ഇഷ്യൂ ഉണ്ടെന്നുള്ളത് ജെന്യൂനായ ഒരു കാര്യമാണ്. എന്നിരിക്കെ ആ മനുഷ്യരോട് സംസാരിക്കേണ്ട പ്രാഥമിക ബാധ്യത ആർക്കായിരുന്നു? സർക്കാരിനല്ലേ? ആ മനുഷ്യരോട്, അവരുടെ നേതൃത്വത്തോട്, ആ സ്ഥലം വഖഫ് ബോർഡിന് ഉത്തരവാദപ്പെട്ട ആൾ അല്ലെങ്കിൽ സർക്കാരിന് ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട ആൾ ആ പ്രദേശം സന്ദർശിച്ചോ? ആ മനുഷ്യരെ കണ്ടോ? ഏതെങ്കിലും നിലയിൽ ഇതൊരു എന്താണ് സങ്കീർണമായൊരു സാങ്കേതിക നിയമ പ്രശ്നമാണല്ലോ. ഇതിനകത്ത് എന്താണ് പരിഹാരം എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരാലോചന, പ്രാഥമികമായ ഒരു ആലോചന ഏതെങ്കിലും ഘട്ടത്തിൽ മന്ത്രിതലത്തിൽ പോട്ടെ, ഒരു സെക്രട്ടറി തലത്തിലെങ്കിലും നടത്താൻ ഈ സർക്കാരിന് സാധിച്ചോ? ഈ വഖഫ് മുനമ്പത്തെ ജനങ്ങൾ സമരത്തിന് പോയത് പെട്ടെന്ന് പൊടുന്നനെ ദേ വാ നാളെ സമരം എന്ന് പറഞ്ഞല്ല. ഈ വിഷയം കുറേ അധികമായവർ ഉന്നയിക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വിഷയമുണ്ട്. അവിടുത്തെ ജനങ്ങൾ ഇതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിരന്തരമായി പറഞ്ഞിട്ടും ഒരനക്കവും ഇല്ലാതായപ്പോഴാണ് അവർ സമരപ്പന്തലിടുക. അത് നമ്മൾ മനസ്സിലാക്കണം. ആ ജനങ്ങൾ തന്നെ അവരുടെ സ്വന്തം കിടപ്പാടങ്ങളിൽ ബന്ദികളാക്കപ്പെടുന്ന മനുഷ്യരാണ് അവർ. അങ്ങനത്തെ മനുഷ്യർ, അങ്ങനത്തെ ഒരു സംഭവം അപൂർവമായിരിക്കും. ആ മനുഷ്യരോട് സംസാരിക്കണ്ടേ? അത് ഫാറൂഖ് കോളേജായിട്ട് സംസാരിക്കണ്ടേ? ഫാറൂഖ് കോളേജായിട്ട് ഈ സർക്കാരിൽ ആരെങ്കിലും സംസാരിച്ചു? ഇതൊന്ന് നമുക്കൊന്നിരിക്കാം, മുനമ്പത്തെ ആളുകളെ വിളിക്കുക, ഫാറൂഖ് കോളേജുകാരെ വിളിക്കുക, നമുക്കൊന്നിരിക്കുക, എന്താ ഇതിനൊരു സൊല്യൂഷൻ? ഒരു സംഗതി ചെയ്യാതെ അതിൻ്റെ വർഗീയതയുടെ വൃത്തികേടിൻ്റെ വഷളത്തരത്തിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ നമുക്കൊരു മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിംഗ് വിളിക്കാം എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ ഡേറ്റ് മാറ്റി. ഇതൊക്കെ ചുമ്മാ സംഭവിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിങ്ങനെ നടക്കട്ടെ, തമ്മിൽ തല്ലട്ടെ. ഇതാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചർച്ച പറഞ്ഞത്. ഇത് കുറുക്കൻ തന്ത്രമാണ്. തമ്മിൽ തല്ലി ഉറ്റി വീഴുന്ന ചോര കുടിക്കാമെന്ന അത്യന്തം ഹീനമായ രാഷ്ട്രീയമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹേറ്റ് ട്യൂബർമാർ അവരിങ്ങനെ വിളയാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു നടപടി അവർക്കെതിരെ എടുക്കാത്തത്. ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ പറയും, ഈ ഗോഡ്സ് ഓൺ കൺട്രി ഹേറ്റ്സ് ഓൺ കൺട്രി ആക്കി മാറ്റുന്നതാണ്. നമ്മുടെ സങ്കല്പത്തിലില്ലാത്ത തരത്തിലുള്ള വിദ്വേഷത്തിൻ്റെ പ്രചാരണം നടക്കുകയാണ്.